എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റും ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കുള്ള തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ടിൻ്റെയും മുന്നോടിയായിട്ടുള്ള പ്രൊഫഷണൽ എന്ന് വെച്ചാൽ താൽക്കാലിക അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഈ ഒരു താൽക്കാലിക അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം 6 മണി വരെ ഓരോ കോഴ്സിൻ്റെയും അതാത് ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് പരാതികൾ അറിയിക്കാവുന്നതാണ്. അപ്പോൾ പരാതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാനുള്ള വെബ്സൈറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കീം 2025 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിജ്ഞാപനം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വിജ്ഞാപനം ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിച്ചു നോക്കുക. കാരണം നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് അതായത് എന്തെങ്കിലും പരാതികൾ അതായത് ഒരു എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കോ അല്ലെങ്കിൽ ഫാർമസി അല്ല ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കോ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം 6 മണി വരെയാണ് ആ ഒരു പരാതികൾ അറിയിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എഞ്ചിനീയറിംഗിൻ്റെയും ആർക്കിടെക്ചറിൻ്റെതുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള ഈ ഒരു താൽക്കാലിക അലോട്ട്മെൻറ്റ് ലിസ്റ്റ് സംബന്ധിച്ച് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് brk@gmail.com എന്നുള്ള ഇമെയിൽ അഡ്രസ്സിൽ നിങ്ങൾക്ക് ആ ഒരു പരാതികൾ അറിയിക്കാവുന്നതാണ്. അപ്പോൾ brk.ce.kerala@gmail.com എന്നുള്ള ഇമെയിലിലേക്ക് നിങ്ങളുടെ പരാതികൾ അറിയിക്കുന്ന സമയത്ത് ആ ഒരു ഇമെയിലിൻ്റെ സബ്ജക്റ്റായിട്ട് ഈ ഒരു ആർക്കിടെക്ചർ പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് എന്നുള്ള വിഷയം പരാമർശിച്ചിട്ട് നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം 6 മണി വരെയാണ് ഈ ഒരു പരാതികൾ നിങ്ങൾക്ക് അറിയിക്കാനായിട്ട് സാധിക്കുക. ഇനി അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോഴ്സുകളുമായി ബന്ധപ്പെട്ട് അതായത് എഞ്ചിനീയറിംഗ് കോഴ്സിൻ്റെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് അതായത് സ്റ്റേ വേക്കൻസി റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സാധുവായ പരാതികൾ എന്ന് വെച്ചാൽ ജെന്യൂൻ ആയിട്ടുള്ള അതായത് ഒറിജിനൽ ആയിട്ടുള്ള എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു എഞ്ചിനീയറിംഗിൻ്റെ ആ ഒരു പരാതികൾ അറിയിക്കാനായിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് ആയിട്ടുള്ള engg.ce.kerala@gmail.com എന്നുള്ള ഇമെയിൽ അഡ്രസ്സിലേക്ക് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഇമെയിൽ അയക്കുന്ന സമയത്ത് സബ്ജക്റ്റ് ഉണ്ടാവും. അതിൽ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് എന്നുള്ള വിഷയം പരാമർശിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പരാതികൾ അറിയിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം 6 മണി വരെയാണ് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ പരാതികൾ അറിയിക്കാനായിട്ട് സാധിക്കുക. അതായത് റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങളുടെ റാങ്ക് അതുപോലെ തന്നെ നിങ്ങളെക്കാൾ റാങ്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് കിട്ടിയിട്ടുണ്ടാവും, എന്നാൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള കാരണം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അത് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം 6 മണിക്കുള്ളിൽ അത് അറിയിക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കുക എന്ന് നോക്കാം. ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കീം 2025 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് പ്രൊഫഷണൽ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. പ്രൊഫഷണൽ എന്ന് പറഞ്ഞുകൊണ്ട് ചുവപ്പ് കളറിൽ ഇതേപോലെ അതായത് ഡിമ്മായിട്ട് ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതാണ് പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു PDF കൃത്യമായിട്ട് തന്നെ പ്രൊഫഷണൽ എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അതായത് ഇവിടെ കാണാം സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റ്, ഇവിടെ പ്രൊഫഷണൽ എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് തന്നെ അവിടെ അത് ആ ഒരു പ്രൊഫഷണൽ താൽക്കാലിക അലോട്ട്മെൻറ്റ് എന്നാണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടോട്ടലായിട്ട് 235 പേജാണുള്ളത്. ഇതിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീരിയൽ നമ്പർ എന്ന് വെച്ചാൽ സാധാരണ 1, 2, 3 ആ ഒരു രീതിയിൽ കൊടുത്ത നമ്പറാണ്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് റാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കാൻഡിഡേറ്റിൻ്റെ കാറ്റഗറി കാസ്റ്റ് കാറ്റഗറി എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് ഏതാണ്, കോഴ്സ് ഏതാണ്, അതുപോലെ തന്നെ സീറ്റ് ടൈപ്പ് ഏതാണ്. സീറ്റ് ടൈപ്പ് SM, FW അങ്ങനെ പല സീറ്റ് ടൈപ്പ് ഉണ്ട്. SM എന്ന് വെച്ചാൽ സ്റ്റേറ്റ് മെറിറ്റ്, FW എന്ന് വെച്ചാൽ ഫീസ് വേവിയർ, അതുപോലെ തന്നെ പല കോഴ്സുകളുണ്ട്. അതുപോലെ SM തന്നെ പല റിസർവേഷൻ സീറ്റ് ഉണ്ടാവും. അപ്പോൾ അതിന് SM MU, SM EZ, അതുപോലെ തന്നെ SM SC അങ്ങനെ പല വിഭാഗത്തിൽ സീറ്റ് ടൈപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ BH, അതുപോലെ തന്നെ EZ എന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ പല വിഭാഗം സീറ്റും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏത് വിഭാഗം സീറ്റിലാണ് കിട്ടിയത് ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇത് PDF
PDF രൂപത്തിലായതുകൊണ്ട് സെർച്ച് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അടുത്തതായിട്ടുള്ളത് ആർക്കിടെക്ചർ കോഴ്സാണ്. ആർക്കിടെക്ചറിൻ്റേത് അറിയാനായിട്ട് ആർക്കിടെക്ചർ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ തേർഡ് ഫേസ് അലോട്ട്മെൻറ്റ് പ്രൊഫഷണൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രൊഫഷണൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഇത് താൽക്കാലിക അലോട്ട്മെൻ്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ തേർഡ് ഫേസ് അലോട്ട്മെൻറ്റ് എന്നുള്ള ആ ഒരു ആർക്കിടെക്ചർ കോഴ്സിൻ്റെ അവിടെയുള്ള ആ ഒരു ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് അടുത്ത ഈ ഒരു പേജിലേക്ക് പോകാൻ പറ്റുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ ഈ ഒരു ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള തേർഡ് അലോട്ട്മെൻറ്റാണിത്. തേർഡ് അലോട്ട്മെൻറ്റും അതുപോലെ തന്നെ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പ്രൊഫഷണൽ അലോട്ട്മെൻ്റ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട് താൽക്കാലികമായതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് തന്നെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ കൃത്യമായിട്ട് അത് താൽക്കാലിക അലോട്ട്മെൻ്റ് ആണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട രീതിയിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ റാങ്ക് ഡീറ്റെയിൽസ്, കാൻഡിഡേറ്റിൻ്റെ കാറ്റഗറി, കോളേജ് ടൈപ്പല്ല ഏത് കോളേജാണ്, അതുപോലെ കോഴ്സ് ഏതാണ്, സീറ്റ് ടൈപ്പ് ഏതാണ്, അതുപോലെ ഇവിടെ റിമാർക്സ് കൊടുത്തത് കാണാൻ പറ്റും. റിമാർക്സിൽ നിങ്ങൾക്ക് അധിക വിദ്യാർത്ഥികളുടെയും ഇതേ രീതിയിൽ നോ ചേഞ്ച് എന്ന് കാണാൻ പറ്റും. എന്നാൽ ചില വിദ്യാർത്ഥികളുടേത് ഇതുപോലെ നിങ്ങൾക്ക് നോ ചേഞ്ച് എന്ന് വെച്ചാൽ ഇതിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല. അതേസമയം ഇവിടെ ചില വിദ്യാർത്ഥികൾക്ക് ചേഞ്ച് ഓഫ് അലോട്ട്മെൻറ്റ് ഓർ ഫ്രഷ് അലോട്ട്മെൻറ്റ്, അതായത് ഈ ഒരു വിദ്യാർത്ഥികൾക്ക് ഈ ചേഞ്ച് ഓഫ് അലോട്ട്മെൻറ്റ് ഓർ ഫ്രഷ് അലോട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ ഒന്നുകിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ചേഞ്ച് ആയിട്ട് ആർക്കിടെക്ചറിൽ പുതുതായിട്ട് കിട്ടി, ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടി, ഇനി അതല്ലെങ്കിൽ ആർക്കിടെക്ചർ കോഴ്സിലേക്ക് തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് കോളേജ് ചേഞ്ചായി എന്നിങ്ങനെയൊക്കെ നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ലിസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം 6 മണി വരെയാണ് അറിയിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.